രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിൽ അഗസ്ത്യമുനി ശ്രീരാമന് ഉപദേശിച്ച ശത്രുനാശക മന്ത്രമാണ് ആദിത്യഹൃദയം. ആത്മവിശ്വാസവും ശത്രുനാശവും ഉന്നത വിജയവും നൽകുന്ന അത്ഭുത മന്ത്രമാണ് ഇത്. ആദിത്യഹൃദയ മന്ത്രത്തിന്റെ ഐതിഹ്യം. രാവണനുമായുള്ള യുദ്ധത്തിൽ രാമൻ ശാരീരികമായും മാനസികമായും വളരെയധികം തളർന്നിരുന്നു. രാവണനാകട്ടെ കൂടുതൽ കരുത്താർജിച്ചും വരുന്നു. ഈ ഘട്ടത്തിൽ രാമൻ ചിന്താധീനനായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ദേവന്മാരോടൊപ്പം യുദ്ധം കണ്ടുകൊണ്ടിരുന്ന അഗസ്ത്യമുനി താഴേക്കിറങ്ങി വരികയും സൂര്യഭഗവാനെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ രാവണനെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന് രാമനെ അറിയിക്കുകയും ചെയ്തു. രാമന് അഗസ്ത്യമുനി ആദിത്യഹൃദയം എന്ന മന്ത്രം ഉപദേശിക്കുകയും ചെയ്തു. ഈ സ്തോത്രം ജപിക്കുന്നതിലൂടെ ഏത് ശത്രുവിനെ തോൽപ്പിക്കാനും എല്ലാ ആപത്തുകളിൽ നിന്നും മോചനം നേടാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അഗസ്ത്യമുനിയുടെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ ശുദ്ധിയോടെ സൂര്യഭഗവാനെ വന്ദിച്ച് 3 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചു. മന്ത്രജപത്തിലൂടെ സൂര്യനിൽ നിന്നും ലഭിച്ച അസാധാരണമായ ഉന്മേഷത്തോടെയും വീര്യത്തോടെയും ശ്രീരാമൻ വീണ്ടും യുദ്ധം ചെയ്യുകയും രാവണനെ വധിക്കുകയും ചെയ്തു. ആദിത്യഹൃദയ മന്ത്രജപം ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ജീവിതം മംഗളമായി മുന്നോട്ട് നീങ്ങും. ഇത് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ജപിക്കരുത്. ഇത് ജപിക്കാൻ സാക്ഷാൽ സൂര്യനെ തന്നെ ഗുരുവായി സങ്കല്പിച്ച് ശുദ്ധ മനസ്സോടെ ഒരു പ്രഭാതത്തിൽ, കഴിയുമെങ്കിൽ ഞായർ അല്ലെങ്കിൽ 1, 19, 28 തീയതികളിൽ തുടങ്ങാവുന്നതാണ്. മന്ത്രം: സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണി ചിദാനന്ദായ തേ നമ, നീഹാര നാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ, സ്ഥാവരജംഗമാചാര്യായ തേ നമ, ദേവായ വിശ്വൈക സാക്ഷിണേ തേ നമ, സത്വപ്രധാനായ തത്വായ തേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. അർത്ഥം: ദുഃഖങ്ങളെയും വിഷമിപ്പിക്കുന്ന അവസ്ഥകളെയും ഇല്ലാതാക്കുന്നവനും ഇരുട്ടിനെയും അജ്ഞാനത്തെയും നശിപ്പിക്കുന്നവനും ആഗ്രഹിക്കുന്നതെന്തും നൽകുന്ന ചിന്താമണി തുല്യനായവനും സച്ചിദാനന്ദ സ്വരൂപനുമായ ഭഗവാന് നമസ്കാരം. തടസ്സങ്ങളെ അകറ്റുന്നവനും അമിതമായ മോഹങ്ങളെയും അവിദ്യയെയും ഇല്ലാതാക്കുന്നവനും ശാന്തനായും അതേസമയം ദുഷ്ടർക്ക് ഭയമുണ്ടാക്കുന്ന രൗദ്രരൂപനും തേജസ്സുള്ളവരിൽ വച്ച് ഏറ്റവും വലിയ തേജസ്സായവനും ഈ ലോകത്തിന്റെ ഏക സാക്ഷിയായിരിക്കുന്നവന് നമസ്കാരം.